ഈ മോളെ എനിക്ക് നോമ്പ് വെക്കണ്ടേ? എനിക്ക് നോമ്പ് നോക്കണ്ടേ? ഫുഡ് കഴിക്കാൻ വേണ്ടി. സമയം എത്രയായിട്ടോ? 4:50. ഞാൻ ആദ്യമായിട്ടോ നോക്കുന്നത്. ഞാൻ ദിവസം നോക്കിയിട്ടേ ഇല്ല. കഴിഞ്ഞ വർഷം ദേവും ദിയെ നോറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ നോറ്റിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ ആദ്യമായിട്ടാണ്. ദേവിന് എക്സാം ആയതുകൊണ്ടാണ് ഇത്രയും നാൾ നോക്കാഞ്ഞത്. തണുപ്പ് ഡയലോഗ് അടിക്കുന്നുണ്ട്, എന്താവുന്നു അറിയില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയായിരുന്നു പെർഫെക്റ്റ്. ഫ്രണ്ട്സ് അവൽ മിൽക്ക് റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് ദേവ് പറഞ്ഞത് ഫുഡായിട്ട് വിളിക്കാനാണ്. ആണോ? ഫ്രണ്ട്സ് ഇതുവരെ വിളിച്ചിട്ട് ദേവ് എണീക്ക് അടയ്ക്കണം. ദേവ അവൽ മിൽക്കായി എന്ന് പറയുമ്പോൾ ദേവ് ചാടി എണീച്ച് വന്നിരിക്കുന്നു അല്ലേ ചോ? ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞു ദേവിനി ഏത് നേരത്തെ എണീക്കും. ആദ്യം അവലും അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഭയങ്കര ദാഹിക്കും. ഈ അഭിമുഖണ്ടേ ഒരു 3-4 മണി വരെ മാക്സിമം പോവുള്ളൂ പറയാം. പിന്നെ കഴിഞ്ഞിട്ട് കടക്കലാണ്. അതെല്ലാം എന്ത് ഭക്ഷണം കഴിച്ചാലും ഒരു 3-4 മണി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഞാൻ നോമ്പ് പറ്റില്ലാന്നുള്ളൂ. ഭക്ഷണം വെള്ളം കുടിച്ചിട്ടുണ്ടാവും. ഫുൾ ഡേ ഭക്ഷണമൊക്കെ നല്ലോണം കുടിച്ചിട്ട് രാവിലെ ഇത്ര നേരത്തെ വെള്ളം കുടിക്കാനും കഴിയില്ലല്ലേ? ചെറിയ ചൂടുണ്ടേ പറ്റും. ഫ്രണ്ട്സ് ബാങ്ക് കൊടുത്തു എന്ന് പറയണം. 5:25 കൊടുക്കാന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. കഴിച്ചു കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞു വെള്ളം കുടിച്ചു കഴിഞ്ഞു. ബാങ്ക് കൊടുക്കണ്ടെങ്കിൽ അതൊക്കെ കേൾക്കും ശരിക്കും. നമ്മൾ ആദ്യമായിട്ടല്ലോ ബാങ്ക് കൊടുക്കണേ. ഇപ്പോഴാണ് ശരിക്കും ബാങ്ക് കൊടുത്തത്. കേട്ടു. ഗൈസ്, ഞാൻ നൈസായിട്ടൊരു റീൽ എടുക്കായിരുന്നു. അപ്പം ഞാൻ ഇപ്പം ഫ്രഷ് ആവാൻ പോവാണ്, കുളിക്കാൻ പോവാണ്. അമ്പലത്തിൽ പോകുന്നുണ്ട്. നമ്മളെ യാദവൂട്ടൻ്റെ ചോറൂണാണ് ഗൈസ്. അപ്പം ഞങ്ങൾ ചോറ് കൊടുക്കലൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. എന്തൊക്കെയാണ് ചന്തമാമേ എവിടെയാണ്? പോയാലോ നമുക്ക് വീട്ടിലേക്ക്? ചേട്ടായി എങ്ങനെയുണ്ട്? ഫ്രണ്ട്സ് ഞാനൊരു അരമണിക്കൂറായില്ല എണീറ്റിട്ട്. രണ്ടാമത് രാവിലെ എണീറ്റ് പിന്നെ കിടന്നോണ്ടേ ഉറങ്ങിപ്പോയി. നമ്മൾ എണീറ്റിട്ടേ അല്ല അറിഞ്ഞിട്ടില്ല. സോ ഗൈസ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറി. ഇപ്പം ഞാൻ സ്ട്രേഞ്ചർ തിങ്സ് ചാപ്റ്റർ 1 കാണുകയാണ്, മീൻസ് സീസൺ 1 കാണുകയാണ്. ഫ്രണ്ട്സ്, ചേച്ചി ഉറങ്ങി. കുറേ നേരം ഉറങ്ങുന്നു. TV ഒക്കെ ഓഫാക്കി. 1:48 ഗൈസ്. എനിക്ക് വിശക്കുന്നൊന്നുമില്ല, പക്ഷെ ഞാൻ മുകളിൽ ഓടി വന്നു. എനിക്ക് ചെറിയതാകാം. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ 1:45 രാത്രിക്കത്തേക്കുള്ള വൈകുന്നേരത്തേക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങി. ഫ്രണ്ട്സ്, ഞാനൊരു ചെറിയ പത്തിരി ഉണ്ട്. പത്തിരിയും ചിക്കൻ കറിയും ഉണ്ട്. പിന്നെ തുള്ളി ചിക്കൻ വെച്ചിട്ട് കുറച്ച് കപ്സ് ഉണ്ടാക്കാൻ വിചാരിച്ചു. നമ്മളില്ലേ ഒരു കുഞ്ഞു പാത്രത്തില്, കുഞ്ഞ് എന്ന് വെച്ചാല്
ഇത്ര വലിപ്പമുള്ള പാത്രത്തിലായിരിക്കും നമ്മൾ അരി ഇടുക. അത് ഇത്ര വലിപ്പമുള്ള പാത്രത്തിൽ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കൊള്ളും. കാരണം അത് വെന്ത് അതിൻ്റെ അരി ഇങ്ങനെ കുതിർന്ന് വരുമ്പോൾ അത് കുറവ് വെള്ളം മരിക്കും. കൂട്ടാതെ ഇങ്ങനെ പറ്റിപ്പോയില്ലേ? കുഞ്ഞു വിളിച്ചിട്ട് എണീറ്റില്ലല്ലോ. അമ്മേ ആ ഞങ്ങൾ കുറേ വിളിച്ചു ദിയമോളെ എണീക്ക്, നമുക്ക് അമ്പലത്തിൽ പോവാ എണീക്ക് പറഞ്ഞു. ഞാനില്ല ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല വിളിച്ചത്. ആണോ? ദിയമോൾ എന്ത് ചെയ്യാ? ഞാൻ പഠിക്കുന്നു ഗൈസ്. ഞാൻ വിചാരിച്ചപ്പോഴൊക്കെ 4 മണിയൊക്കെ ആയിട്ടുണ്ടാകും, പക്ഷെ 5:04, 5:05 ആയിട്ടുണ്ട്. നോമ്പ് നോറ്റിട്ട് ക്ഷീണുണ്ടോ? ഇല്ല, എനിക്ക് പണ്ടൊക്കെ ഞാൻ ആദ്യം നോക്കിയപ്പോൾ എനിക്ക് 5 മണിയൊക്കെ ആയപ്പോൾ തന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഇപ്പം എന്താണെന്ന് അറിയാം, ഒത്തിരി വിശപ്പുള്ളൂ. ഫ്രണ്ട്സ്, ഞാൻ മേലേക്ക് പോവാണ്. ചേച്ചി അവിടെ വെക്കേഷനൊക്കെ ആയിട്ട് സുഖമായിട്ട് കിടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ്ട് ഒരു മനുഷ്യൻ ഇത്രയും നേരം കിടന്നുറങ്ങാൻ പറ്റും? നോക്ക്, വീഡിയോ എടുക്കുന്നുണ്ട്. ഇത്രയും നേരം കിടന്നുറങ്ങിയിട്ട് ഇതിന് തോന്നുന്നു നല്ല ക്യൂട്ടുണ്ട്. കാലും കടിച്ചിരിക്കുക. ലെഗ് പീസൊന്നും അല്ല കേട്ടോ അത്, എൻ്റെ കാലാണ്. എല്ലാവരും ഉറങ്ങുകയാണ്. ഇത്രയും നേരം നിക്കി ഉറങ്ങിക്കൊണ്ട് കിടക്കായിരുന്നു കേട്ടോ. ഞാനും നിക്കി ഒരുമിച്ച് കിടന്നുറങ്ങി. 5 ചാപ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. ഒരെണ്ണം ബാദൽ ആൻഡ് മോട്ടി, രണ്ടാമത്തേത് മറ്റേ ബിഗ് ലഡു, മൂന്നാമത്തേത് എന്തായിരുന്നു? മൂന്നാമത്തേത് നൈറ്റ്, 4-മത്തേത് ചന്ദ്രമാമ, 5-മത്തേത് ചന്ദ്രയാൻ. അങ്ങനെ 5 ചാപ്റ്ററാണ് ഇംഗ്ലീഷിനുള്ളത്. ഫ്രണ്ട്സ്, പപ്പ വന്നപ്പം ഫ്രൂട്ട്സൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്, സ്നാക്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ കപ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പത്തിരിക്കറി ഉണ്ടാക്കി. തണ്ണിമത്തന് കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് അരി കേട്ടോ, കുറച്ച് തണുപ്പ് വേണ്ടേ. അതൊക്കെ പൈനാപ്പിളാണ് കേട്ടോ. അപ്പോൾ പൈനാപ്പിളും വാട്ടർ മെലനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുന്തിരി വേണോ? മുന്തിരി വേണം. പിന്നെ നോക്ക് എത്ര വലിപ്പമുള്ള മുന്തിരി. ഫസ്റ്റ് ഞാൻ ഇത് കഴിക്കും, പിന്നെ ഞാൻ ഫസ്റ്റ് ഫ്രൂട്ട്സ് തിന്നണത് മുന്തിരി തിന്നും, പിന്നെ വത്തക്ക തിന്നും, പിന്നെ ഞാൻ ഉന്നക്കായ തിന്നും, പിന്നെ ഞാൻ കട്ലറ്റ് തിന്നും, പിന്നെ ഞാൻ അത് കഴിക്കുക. അതിൻ്റെ പേരെന്താ? കപ്സ. എന്താ ദേവോ, എന്തൊരുറക്കത്! രാവിലെ കണ്ടതാണല്ലോ, അമ്പലത്തിൽ നിന്ന് വന്നപ്പോ പിന്നെ കണ്ടിട്ടില്ലല്ലോ. ചൂടല്ലേ അവിടെ മുകളില്? അതെനിക്കും അതെ, ചെറിയൊരു ദാഹം. രാവിലെ കഴിച്ചതാ, വെളുപ്പിനെ കഴിച്ച പക്ഷെ വിശക്കണേ ഇല്ല. പുല്ലക്കായ, ഫ്രൂട്ട്സ് ഞാൻ എടുക്കേണ്ടിയിരുന്നു. കാരക്കയുണ്ട്, കാരക്ക പൊരിച്ചതുണ്ട്, പിന്നെ ഉന്നക്കായ ഉണ്ട്. ഇതെന്ത് സംഭവം എനിക്ക് മനസ്സിലായില്ല. മുന്തിരി, ഇത് മുസമ്പി അല്ലേ? 6:25 സമയം. സോ നമ്മൾക്ക് നോമ്പ് തുറക്കാൻ സമയമായിക്കൊണ്ടിരിക്കുന്നു. ദിയമോൾ അവിടെ നിന്ന് പലഹാരങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുമായിരുന്നു കേട്ടോ. നമ്മൾ കപ്സ ഫസ്റ്റ് കാരയ്ക്കാൻ വെള്ളം കുടിച്ചിട്ടല്ലേ തുടങ്ങേണ്ടത്? ഇല്ല, 6:29 ആയിട്ടുള്ളൂ. 34 34 എത്ര മണിയായി? 29. 5 മിനിറ്റ്. എല്ലാവരും, എല്ലാ മുസ്ലിംസും ഫുഡിന് വേണ്ടി ഇരിക്കുന്നുണ്ടാവും.
ഫ്രണ്ട്സ് ബാങ്ക് കൊടുത്തു. അപ്പം ഒന്നുകൂടെ നോക്കാം. എന്തെങ്കിലും പറ, തുറന്നില്ലേ? അറ്റാക്ക്. അങ്ങനെ നോമ്പൊക്കെ തുറന്നൊരു ആശ്വാസമായിട്ടുണ്ട്. ഇനിയിപ്പോ ബാക്കിയുള്ള കഴിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലാണ് സംശയം. കഴിക്കോ? ദേവിയോടെ വീഡിയോ കോൾ ചെയ്യാൻ കേട്ടോ. പിന്നെന്താ പറയാ, പറയാനില്ല. എന്താ ദേവു ഇനി അടുത്തത് BM വരയ്ക്കാൻ പോവാണ് കേട്ടോ. ഇങ്ങോട്ട് വാ, നോമ്പ് ഓർത്താ വാ. ഫ്രണ്ട്സ് കപ്സയും കൊണ്ട് വരുന്നുണ്ട് ഗായ്സ്. ഫ്രണ്ട്സ് ഞാൻ ഉണ്ടാക്കിയ കപ്സ്. താങ്ക് യു. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ട്. എന്താ കൊളയെന്ന് പറഞ്ഞ തിന്നാൻ തുടങ്ങിയപ്പോ വിശക്കുണ്ട്. നന്നായി കേട്ടോ. നിർത്തി നമ്മൾ നോമ്പ് ഒറ്റ കഴിക്കല്ലേ, അപ്പം സ്പീഡ് കഴിക്കും. പെട്ടെന്ന് കഴിയണ്ട. വേറെ ഇഷ്ടമാരുണ്ട്. ഞാൻ എന്നും ആക്രാന്തത്തോടെ തിന്നാനുള്ളൂ. അപ്പൊ ഉണ്ടാക്കിയ എല്ലാ സ്പെഷ്യൽ സാധനവും നല്ല ടേസ്റ്റ്. അപ്പൊ എന്റെ തട്ടിക്കൂട്ട് കറികളൊക്കെ അമ്മക്ക് എല്ലാം 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി വെക്കാം. അങ്ങനെ തട്ടിക്കൂട്ട് ആണ് കേട്ടോ. കഴിച്ചു നോക്ക് കറി, നല്ല ടേസ്റ്റ് ഉണ്ടാവും. തരിക്കഞ്ഞി ഇത് ഭയങ്കര ഇഷ്ടമാണ്. തരിക്കഞ്ഞി നമ്മള് പണ്ടും ഉണ്ടാക്കുകയാണ്. മൂച്ചിലേലും തരിക്കഞ്ഞി ഉണ്ടാക്കുകയാണ്. തരിക്കഞ്ഞിയും കാരക്കപ്പും. ഫ്രണ്ട്സ്, ഒരാള് കഴിച്ച് കുഴങ്ങി കാലൊക്കെ മേലൊക്കെ. ഞങ്ങള് കപ്സല്ല ഇപ്പൊ കഴിക്കുന്നത്, ഞങ്ങള് പത്തിരിയും ചിക്കൻ കറിയാണ് കഴിക്കുന്നത്. ഞാൻ ഒന്നും നോക്കാൻ പറ്റില്ല, നമുക്ക് ഒരു ഊഹം വെച്ചിട്ടല്ലേ. അതിൻ്റെതായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. മറ്റേതൊക്കെ ഞാൻ ഓരോരോ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇങ്ങനെ കറക്റ്റ് ചെയ്തിട്ട്. ഇത് പിന്നെ അത് ഊഹം വെച്ചിട്ട് അതിലെന്താ. ഫ്രണ്ട്സ്, ഞങ്ങളൊക്കെ നോമ്പ് തുറന്ന് കഴിഞ്ഞു. അപ്പോൾ ഞാൻ പഠിക്കാൻ പോകുന്നുണ്ട്. ചേച്ചിക്കൊന്നും പഠിക്കാണ്ട്. ചേച്ചി എന്തോ വരയ്ക്കുന്നുണ്ട്. കേട്ടെ, എന്താ ചേച്ചി വരയ്ക്കുന്നേ? എൻ്റെ ഫേവറേറ്റ് ഡ്രീം കാറിൻ്റെ ഐസ് ഹെഡ്ലൈറ്റ്. എന്ത് അത് നിങ്ങൾ ഇന്റെ എന്താ പറയാ ഡ്രോയിങ് കണ്ട് ലാസ്റ്റ് ഇങ്ങനെ ഊഹിക്കുക. ഫ്രണ്ട്സ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണത്. കേറി വരൂ. ഇത്രയും സബ്സ്ക്രൈബേഴ്സിന് ഈ സമയത്ത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഇരിക്കി. എന്തൊക്കെ എന്റെ വിശേഷം? എവിടെ സ്കൂളിലാണ് പഠിക്കണേ? പൂക്കോട്ടുംപാടാ. മോളോ? ഇവര് ഓരോ വീഡിയോസിന്റെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ. പറഞ്ഞോ കേക്കട്ടെ. പ്രേക്ഷകർ ആണോ? പിന്നെ നിക്കിന്റെ ഇതില് നിക്കി ബ്ലാക്കി ഇതുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഹൊറർ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആണല്ലേ? കൂടുതലും ആൾക്കാർക്ക് ഹൊററാണ് ഇഷ്ടം. അതൊക്കെ ഇഷ്ടമായോ? എത്ര പഠിക്കണം? ആണോ? പാട്ട് പാടുവോ? എന്നൊരു പാട്ട് പഠിക്കേ. പാട്. അതിനെന്താ കാണിക്കണ? എന്തിനാ നമ്മള് നാടൻ പാട്ട് മതി. ഞാൻ കണ്ട ഒരു സന്തതികൾക്ക് പാടിത്തന്നൊരു പാട്ടാണ് കുഞ്ഞാഞ്ഞേ. എല്ലോ ഉലലാലേ ആടിപ്പൂ മുടിയാടും കാവിൽ ആട്ടപ്പൂ മലരേ തെച്ചിപ്പൂ മുടിയാടും കാവിൽ തെച്ചിപ്പൂ വഴകേ തെച്ചിപ്പൂ മുടിയാടും കാവിൽ തെച്ചിപ്പൂ വഴകേ. താങ്ക് യു.
നല്ല പാട്ടാണ്, നല്ല രസമുണ്ട്. ഓടിത്തളരണ്ട ഓമനപ്പൂമുഖം വാടിടേണ്ട ഓമനപ്പൂമുഖം വാടാതെ സൂക്ഷിച്ച ഓമന ചുണ്ടത്തോരുമ്മ നൽകാം. ടാറിട്ട റോഡാണ് റോഡിനരികാണ് വീടിനടയോളം ചീമക്കൊന്ന പുഞ്ചവരമ്പത്ത് പാമ്പിന്റെ കൊട്ടന് സൂക്ഷിച്ചു വന്നോള് പൊന്നുചേട്ടാ. ഫ്രണ്ട്സ്, എനിക്ക് ഒരു വരത്തുണ്ടപ്പം പാടണം എന്നുണ്ട്. എനിക്ക് എൻ്റെ ഫേവറേറ്റ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ് ആണത്. വരത്തിന്റെ പൊമ്മൊളിച്ചു ചാടിയ തങ്കമ്മേ നിന്റെ പറക്കം വാച്ചിലൊടുക്കമായി തങ്കമ്മേ നാടിന്റെ മാനം കാക്കണതാരടി തങ്കമ്മോ അത് വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ വരത്തിന്റെ പൊമ്മൊളിച്ചു ചാടിയ തങ്കമ്മേ. ആർക്കൊരു മടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല കുട്ടികൾ. സംസാരിക്കാന് ഒരു മടി. ഇവർക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ആ പാട്ട് പാടി ഭയങ്കര ഇഷ്ടമായി. നല്ലോണം പാട്ടുകളുണ്ട്. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഈ ഒരു ഇന്നത്തെ നോമ്പിന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇത്ര ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല ഈ നോമ്പിന്. അപ്പം ഞങ്ങള് ഇവരെല്ലാവരും ഒപ്പം കൂടെ ഫസ്റ്റത്തെ നോമ്പാണ് ഇന്നത്തെ വർഷത്തെ. അത് ഞങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. അപ്പം എല്ലാവർക്കും ബൈ ബൈ. ബൈ.